പാലക്കാട് പുൽപ്പള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിന്റെ കാരണം പെട്രോൾ ടാങ്കിലെ ചോർച്ചയെന്ന നിഗമനത്തിൽ മോട്ടോർ വാഹന വകുപ്പ്. പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് വീണിട്ടുണ്ടാകാം. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പരിശോധിക്കുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോൾ അതിലൊരു തീരുമാനം അല്ലെങ്കിൽ അതിലൊരു കാരണം കണ്ടെത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ കാർ അപകടം സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പാണ് പരിശോധന നടത്തിയത്. അവർ നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായ നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് പെട്രോൾ ടാങ്കിലേക്കുള്ള ട്യൂബിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടാകാം. ആ ചോർച്ചയിൽ നിന്നുള്ള പെട്രോൾ സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്ക് വീണിട്ടുണ്ടാകാം. അങ്ങനെ ആണ് ഈ തീ ഉണ്ടായതെന്നുള്ളതാണ് നിലവിൽ ഒരു അനുമാനം. അതായത് ഈ കുട്ടി തന്നെ, ഈ പരിക്കേറ്റ മൂത്ത കുട്ടി തന്നെ പ്രദേശവാസികളോട് പറഞ്ഞത് ആദ്യം കാർ സ്റ്റാർട്ടാക്കിയ സമയത്ത് പെട്രോളിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതും സ്റ്റാർട്ടാക്കിയപ്പോൾ അതൊരു അഗ്നികുളമായി മാറി എന്നതാണ്. അപ്പോൾ ആ കുട്ടി പറയുന്ന കാര്യവും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് പറയുന്ന കാര്യവും ചേർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ആദ്യം സ്റ്റാർട്ടാക്കിയപ്പോൾ പെട്രോൾ ട്യൂബിൽ ലീക്കുണ്ടായി. ആ ലീക്കുണ്ടായ സമയത്തായിരിക്കും ഈ കുട്ടിക്ക് അതിൻ്റെ ഗന്ധം കിട്ടിയിട്ടുണ്ടാവുക. അതിനുശേഷം രണ്ടാമതും സ്റ്റാർട്ടാക്കിയപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് മോട്ടറിന് സ്പാർക്ക് ഉണ്ടാവുകയും അങ്ങനെ ഈ ടാങ്കിലേക്ക് തീ പടരുകയും ചെയ്തതാകാമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ രണ്ട് കുട്ടികളുടെയും, ഇപ്പോൾ ഇന്നലെ മരിച്ച രണ്ട് കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആർപ്പയുടെയും എംഡിയുടെയും മൃതദേഹം ഇന്നലെ രാത്രിയോടുകൂടി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഒരു 2 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം പാലക്കാട്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റും. ചൊവ്വാഴ്ചയാണ് നിലവിൽ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എവിടെയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടില്ല. കാരണം ഈ കുട്ടികളുടെ അച്ഛൻ 2 മാസം മുമ്പാണ് മരണപ്പെട്ടത്. അച്ഛനെ അട്ടപ്പാടിയിലാണ് സംസ്കരിച്ചത്. അപ്പോൾ അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകുമോ അതോ പുൽപ്പള്ളിയിലേക്കാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കാര്യമൊക്കെ തന്നെ കുടുംബമായിട്ട് കൂടിയാലോചന ശേഷം ബന്ധപ്പെട്ടവർ അറിയിക്കും. ഇപ്പോൾ അമ്മ അത്യാസന്ന നിലയിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ എവിടെയാണ് സംസ്കാരം എന്നത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി അരുൺ, എന്തായാലും ഈ 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നുള്ളതാണ് അരുൺ ശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്.